ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 57 തൊട്ട് 62 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. ആരെങ്കിലും ഒരാൾ മൈക്കിൽ കൂടെ. അവൻ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടും ഉണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തനോട്, എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞാറേ അവൻ, ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരേണം എന്ന് പറഞ്ഞു. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരേണം എന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. ആമേൻ. മതി. വളരെ പരിചിതമായ വേദഭാഗമാണ്. ശിഷ്യത്വം എന്നുള്ള ആത്മീയ വിഷയത്തെ നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നവരാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. സ്തോത്രം. ശിഷ്യത്വത്തിലേക്ക് വിടുന്നതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിലുള്ള 3 കാര്യങ്ങളാണ് ആമേൻ ഇവിടെ നമുക്ക് വായിക്കുവാൻ ഇട വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ എന്താണ് യഥാർത്ഥ ശിഷ്യത്വം എന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ഇട വന്നിട്ടുണ്ട്. അത് 1-2 സെൻറ്റൻസുകൾ മാത്രം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് 9-ാമത്തെ അധ്യായം അതിൻ്റെ 23 തൊട്ടുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നു. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? പ്രൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, യേശു കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച ഒരു ദൈവ പൈതലാണ്. സ്തോത്രം. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, നമ്മൾ ആദ്യം വായിച്ച വേദഭാഗത്തിൽ ഒരുവൻ കർത്താവിനോട് പറയുക, നീ എവിടെ പോയാലും ഞാൻ നിന്നെ പിൻപറ്റാം എന്ന് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് ലോകപ്രകാരം ജീവിച്ച സാഹചര്യത്തിൽ നിന്ന് ആമേൻ യേശു കർത്താവിനെ നമ്മൾ പിൻപറ്റുവാൻ ഇറങ്ങിത്തിരിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ നമ്മുടെ എന്തെങ്കിലും കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ നമുക്ക് യേശു കർത്താവിനെ പിൻപറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ലോകത്തിൻ്റെ വഴികളിൽ നിന്ന് ദൈവത്തിൻ്റെ വഴികളിലേക്ക് നമ്മൾ വന്നത് നമ്മുടെ ഏതെങ്കിലും തീരുമാനമാണോ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കഴിവാണോ, ശക്തിയാണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. കാരണമുണ്ട്. റോമാലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അടുത്ത വാക്യം, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അവിടെ ഒരു കാര്യം എഴുതിയിരിക്കുക, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്നാൽ ക്രിസ്തുയേശുവിൻ്റെ കൃപയാലാണ് നമ്മൾ ഓരോരുത്തരും നീതീകരിക്കപ്പെട്ടത്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഇട വന്നത്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളല്ല, നമ്മുടെ കഴിവുകളല്ല, നമ്മുടെ ജ്ഞാനമല്ല, മറിച്ച് ആമേൻ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നമ്മളെ വിളിച്ചപ്പോൾ, ആമേൻ പ്രൈസ് ദി ലോർഡ്, ജോർജ് സാർ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ നമുക്ക് അവസരങ്ങളെ നൽകി തന്നു. അതാണ് കർത്താവിനെ പിന്തുടരുവാൻ, യഥാർത്ഥ ശിഷ്യനായി തീരുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടവരുത്തിയ അടിസ്ഥാന ഘടകമെന്ന് ദൈവത്തിന്റെ വചനം പറയും. അപ്പോൾ ഒരു വിളിയുണ്ട്, ഒരു ദൈവശബ്ദമുണ്ട്. ആ ദൈവശബ്ദം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പരിശുദ്ധാത്മാവ് ആമേൻ ആ ദൈവശബ്ദത്തിൽ വിശ്വസിക്കുവാനും യേശു കർത്താവിന്റെ അനുകാരികളായി ശിഷ്യന്മാരായി അവനെ പിന്തുടരുവാൻ നമ്മുടെ ജീവിതത്തിൽ കൃപയാൽ ഒരു അവസരം നൽകി. ഇന്നു പകൽക്കാലം നമ്മൾ അത്തരം തുറന്നു
പറയണ, ഇതെന്റെ കഴിവല്ല, എന്റെ ശക്തിയല്ല, എന്റെ എന്തെങ്കിലും മേന്മ കൊണ്ടല്ല, മറിച്ച് കൃപയാൽ എനിക്ക് ലഭിച്ച ആത്മീയ ജീവിതമാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ യഥാർത്ഥ ശിഷ്യൻ ദൈവ ശബ്ദം കേട്ട വ്യക്തിയാണ്. യഥാർത്ഥ ശിഷ്യന് യേശു കർത്താവിൽ കൃപയാൽ വിശ്വസിച്ച് കർത്താവിനെ പിന്തുടരുന്ന വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച ആമേൻ 9:23 ഇങ്ങനെ കാണുന്നു, പിന്നെ അവൻ എല്ലാവരോട് പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്ത് കൊണ്ട് എന്നെ അനുഗമിക്കണം. തന്നെത്താൻ നിഷേധിക്കണം, നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് തന്നെത്താൻ ത്യജിച്ചു. ഹല്ലേലൂയ. ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. ആമേ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ കഷ്ടത സഹിച്ചു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവുമായിട്ട് ഏകീഭവിക്കുവാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 സറണ്ടർ ആണ്. ഹല്ലേലൂയ. 2 സഫറിംഗ് ആണ്. 3 സാക്രിഫൈസ് ആണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യുവാൻ നമുക്ക് കഴിയണം. യേശു കർത്താവ് പറയുന്നു, നിങ്ങളുടെ ക്രൂശ് എടുത്ത് സഫറിങ് നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ പിന്തുടരണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ തന്നെ ത്യജിക്കുവാൻ നമുക്ക് കഴിയണം. സാക്രിഫൈസ്. എൻ്റെ സ്വയത്തെ എനിക്ക് ത്യജിക്കാതെ എൻ്റെ കർത്താവിൻ്റെ പിന്നാലെ എനിക്ക് പോകുവാൻ കഴിയത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മളൊരു ദൈവ ശബ്ദം കേട്ടു. ദൈവ ശബ്ദം കേട്ടവർ ക്രിസ്തുവുമായിട്ട് ഏകീഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ക്രിസ്തു ആമേൻ എങ്ങനെ ദൈവത്തിന് തന്നെ സമർപ്പിച്ചു കൊടുത്തു, എങ്ങനെ കഷ്ടത സഹിച്ചു, എങ്ങനെ ആമേൻ പ്രൈസ് ദി ലോർഡ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് പകൽക്കാലം സ്വയത്തെ ത്യജിച്ചിട്ട് ആമേൻ ദൈവസന്നിധിയിലേക്ക് ആര് സറണ്ടർ ചെയ്യുന്നുവോ, എൻ്റെ കർത്താവിൻ്റെ നാമത്തെ പ്രതി ആമേൻ ഇനി ക്രൂശ് എടുത്ത് പിന്തുടരണമെങ്കിൽ ആ കഷ്ടതകളുടെ വഴിത്താരകളിലൂടെ സ്തോത്രം പറഞ്ഞ് ദൈവത്തിന്റെ മഹത്വം കരേറ്റിക്കൊണ്ട് ആർക്ക് മുന്നോട്ട് കടന്നു പോകുവാൻ കഴിയുന്നു, അവരാണ് യഥാർത്ഥ ശിഷ്യരെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ശക്തമായി നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവന് എന്തു പ്രയോജനം? സകല ലോകവും നേടി, പ്രൈസ് ദി ലോർഡ്, എന്നാൽ തന്നെത്താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞതുകൊണ്ട് എന്തു പ്രയോജനം? യഥാർത്ഥ ശിഷ്യൻ ലോക സ്നേഹത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന വ്യക്തിയാണെന്ന് തിരുവചനം ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു. ദൈവരാജ്യം എന്ന കൺസെപ്റ്റിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരു വയലിനകത്തൊരു നിധി ഇരിക്കുകയാ. ആമേൻ. ഒരു മനുഷ്യന് നിധി ഉണ്ടെന്ന് മനസ്സിലാക്കി തനിക്കുള്ളതെല്ലാം വിറ്റുപെറുക്കിയിട്ട് ആ പണം ഉപയോഗിച്ച വയൽ മേടിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ലോകത്തിൽ താൻ നേടിയ നേട്ടങ്ങൾക്കൊക്കെ അപ്പുറത്ത് താൻ ദൈവരാജ്യത്തിനൊരു വില കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഈ ലോകത്തിൽ നമ്മൾ നേടിയ കുടുംബം, മക്കള്, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ ജോലി, ഹല്ലേലൂയ, നമ്മുടെ സമ്പത്ത്, അതിനൊക്കെ മുകളിലായിരിക്കണം ദൈവം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സകല അനുഗ്രഹങ്ങൾ തന്ന സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ആ ദൈവത്തിനപ്പുറത്ത് എനിക്ക് ഈ ലോകത്തിൽ ഒന്നിനും ഞാൻ വില കളിപ്പിക്കുന്നില്ല. ആമേൻ. സ്വയം ത്യജിക്കുവാൻ കഴിയുന്ന ദൈവമക്കൾക്ക്, ആമേൻ, ലോകത്തെ ആമേൻ സ്നേഹിക്കാൻ കഴിയാതെ വേർപെട്ട് നിൽക്കുവാൻ കഴിയുന്ന ദൈവമക്കൾക്ക് യഥാർത്ഥ ശിഷ്യരായി തീരുവാൻ കഴിയത്തുള്ളെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു അടിസ്ഥാനപരമായി നിങ്ങൾക്ക് മനസ്സിലായി, ദൈവ ശബ്ദം കേൾക്കണം, പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ കർത്താവിനെ പിന്തുടരുന്ന ഒരു വ്യക്തിയാ ശിഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവന് സ്വയം ത്യജിക്കണം. പ്രൈസ് ദി ലോർഡ്. സബ്മിഷൻ ഉണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ സാക്രിഫൈസ് ഉണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സഫറിംഗ് ഉണ്ട്. ഇതെല്ലാം ക്രിസ്തീയ ജീവിതത്തിനകത്തുണ്ട്. സമർപ്പണം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധി സമർപ്പിക്കണം, വചനത്തിന് മുമ്പാകെ സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതത്തിന് മുമ്പാകെ സമർപ്പിക്കണം. ആമേൻ. കഷ്ടതകളില്ലെന്നല്ല, കഷ്ടതകളുണ്ട്. കഷ്ടതകൾ സഹിക്കുമ്പോഴും എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീന തികഞ്ഞു വരുന്നു എന്ന് പറയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ആ കഷ്ടതയുടെ വഴിത്താരകളിലൂടെ നമ്മളെ ശക്തിയോടെ ബലത്തോടെ മുന്നോട്ട് കൊണ്ടുപോകും. എൻ്റെ കർത്താവിന് വേണ്ടി ആമേൻ പ്രൈസ് ദി ലോർഡ് എന്നെ തന്നെ ത്യജിക്കേണ്ട, ആമേൻ, എൻ്റെ സ്വയത്തെ ത്യജിക്കേണ്ട, എൻ്റെ ഇഷ്ടങ്ങളെ ത്യജിക്കേണ്ട, എൻ്റെ ആഗ്രഹങ്ങളെ ത്യജിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഇന്ന് പകൽക്കാലം എൻ്റെ ആഗ്രഹമല്ല വലുത്, എൻ്റെ ഇഷ്ടങ്ങളല്ല
ചിന്തയല്ല വലുത്, എൻ്റെ തീരുമാനമല്ല വലുത്, എൻ്റെ ദൈവമാണ് എനിക്ക് വലുത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവ ശബ്ദമാണ് എനിക്ക് വലുത്, എൻ്റെ ദൈവത്തിന്റെ ഹിതമാണ് എനിക്ക് വലുത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം തിരിച്ചറിയുവാൻ കഴിയുന്ന ദൈവമക്കള് അധരങ്ങൾ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. സ്തോത്രം. നാളെ എന്നോട് പറയുക, ഒരു 10 പേര് വന്നിട്ട് നിങ്ങളുടെ സഭയിൽ നാളെ ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമല്ല ഉണ്ടാകുന്നത്. വഴി നമ്മൾ പറഞ്ഞു കൊടുക്കും. പ്രൈസ് ദി. വേണമെങ്കിൽ ഗൂഗിൾ മാപ്പും കൂടെ ഇട്ട് കൊടുക്കും, ഇന്ന റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ സഭയിൽ വരാം. പ്രൈസ് ദി. എന്നാൽ കർത്താവിനോട് പറയുക, കർത്താവേ ഞാൻ നിന്നെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നു, എവിടെ പോയാലും ഞാൻ നിന്നെ പിൻപറ്റാം. സ്തോത്രം. കർത്താവ് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചേ, കുറുനരികൾക്ക് കുടിയുണ്ട്, ആകാശത്തിലെ പറവജാതിക്ക് കൂടുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടയില്ല. സ്തോത്രം. ഇപ്പോൾ കർത്താവ് വരാനല്ല പറഞ്ഞത്, കർത്താവിന്റെ അവസ്ഥ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ? കുറുനരികൾക്ക്, ആമേൻ, ഹല്ലേലൂയ, ആകാശത്തിലെ പറവജാതിക്ക് മനുഷ്യപുത്രനോ തല ചായ്പാൻ. എന്തുകൊണ്ടായിരിക്കാം ഈ വ്യക്തിയോട് ഇങ്ങനെ കർത്താവ് പറയുവാൻ ഇട വന്നത്? സ്തോത്രം. ഈ വ്യക്തി ആരാണെന്നൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ആ വ്യക്തിയോട് അത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിച്ചാട്ടെ. മത്തായി 8:19. എന്നാൽ യേശു തന്റെ ചുറ്റും വളരെ പുരുഷാരത്തെ കണ്ടാറെ അക്കരയ്ക്ക് പോകുവാൻ കൽപ്പിച്ചു. അന്ന് ഒരു ശാസ്ത്രി അവന്റെ അടുക്കൽ വന്നു, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളും ഉണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടം ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ യേശു കർത്താവിന്റെ അടുക്കലേക്ക് വന്ന ഈ വ്യക്തി ആരാണ്? ഒരു ശാസ്ത്രിയാണ്. സ്തോത്രം. ഇനി ശാസ്ത്രിയെ കുറിച്ച് ഒരു കാര്യം കൂടെ വായിച്ചാട്ടെ. മർക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിന്റെ 38, 39, 40 വായിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ തന്റെ ഉപദേശത്തിൽ അവരോട്, വന്ദനവും അങ്കികളോടെ നടക്കുന്നതും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും ഇച്ഛിക്കുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. മതി. പ്രൈസ് ദി ലോർഡ്. അവൻ തന്റെ ഉപദേശത്തിൽ അവരോട് പറയുകയാണ്, അങ്കികളോടെ നടക്കുന്നതും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രഥമ സ്ഥാനവും ഇച്ഛിക്കുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ യേശു കർത്താവിന്റെ അടുക്കലേക്ക് വന്ന വ്യക്തി ആരാണ്? ഒരു ശാസ്ത്രി. ഈ ശാസ്ത്രിയുടെ പ്രത്യേകത എന്താ? ആമെ വളരെ മനോഹരമായ ഡ്രസ്സൊക്കെ ധരിച്ച് ആമെ സമൂഹത്തിന്റെ നടുവിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്ത എന്താണ്? പള്ളിയിൽ എനിക്ക് മുഖ്യ ആസനം വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങാടിയിൽ എല്ലാവരും എന്നെ എന്ത് ചെയ്യണം? വന്ദനം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരുടെ മുമ്പിൽ താൻ മഹത്വമുള്ളവനായിട്ട് ഉയർത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശാസ്ത്രിയെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനം ഇവിടെ ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, ആമേൻ. ആ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ പശ്ചാത്തലം ഒന്ന് വായിച്ചു നോക്കിയാൽ ആദ്യം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു കുഷ്ഠരോഗി സൗഖ്യമാകുന്നതാ. അടുത്തത് കാണുന്ന ശതാധിപന്റെ ദാസൻ സൗഖ്യമാകുന്നതാ. പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് സൗഖ്യം ലഭിക്കുന്നതാ. ഭൂതഗ്രസ്തർ സൗഖ്യമാകുന്നതാ. അതിനുശേഷമാണ് ശാസ്ത്രി യേശു കർത്താവിന്റെ അടുക്കൽ വന്ന് പറയുന്നത്, എവിടെ പോയാലും ഞാൻ നിന്നെ പിന്തുടരാം. പ്രൈസ് ദി ലോർഡ്. സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിച്ചേ. ഹല്ലേലൂയ. യേശു കർത്താവ് എവിടെ പോയാലും അത്ഭുതം നടക്കുന്നുണ്ട്, അടയാളം നടക്കുന്നുണ്ട്, എല്ലാവരും കർത്താവിനെ അംഗീകരിക്കുന്നുണ്ട്, കർത്താവിന് ആമേൻ നല്ല സ്ഥാനം കൊടുക്കുന്നവരുണ്ട്. ആമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ശാസ്ത്രിയുടെ മനസ്സിനകത്ത് സ്വാഭാവികമായിട്ട് ഒരു ചിന്ത കയറി കാണാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? ഇവനും ആഗ്രഹിക്കുന്നത് എന്താ? മുഖ്യാസനം ആഗ്രഹിക്കുന്നത്, ഇവൻ ആഗ്രഹിക്കുന്ന വന്ദനം ആഗ്രഹിക്കുന്നത്. അപ്പൊ യേശു കർത്താവിന്റെ കൂടെ പോയാൽ ഇത് ലഭിക്കുമെന്ന് അവൻ ചിന്തിച്ചു. ഹല്ലേലൂയ. അവനോട് കർത്താവ് പറയുക, എനിക്ക് താമസിക്കാൻ ഒരു വീട് പോലും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവമക്കൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. വചനം വ്യക്തമായിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കർത്താവിനെ നമ്മൾ യഥാർത്ഥത്തിൽ പിന്തുടരണമെങ്കിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും ആമേൻ ഒരു സ്ഥാനത്തിന് വേണ്ടിയോ മാനത്തിന് വേണ്ടിയോ ആകരുത് നമ്മൾ പിന്തുടരുന്നത് എന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണ്? ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിച്ചത് കൊടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്ന
പ്രാപിക്കുന്നില്ല. പ്രൈസലോ, നമ്മൾ പലപ്പോഴും പ്രതീക്ഷിച്ചു വരുന്നത് മെറ്റീരിയൽ ആയിട്ടുള്ള തിങ്സ് ആയിരിക്കുക, മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ആയിരിക്കുക. എന്നാൽ കർത്താവിന് പറയാനുള്ളത്, ആമേ പ്രൈസലോ, ആരൊക്കെ എന്നെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നുവോ അവരൊരു കാര്യം മനസ്സിലാക്കിക്കോണം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ഞാൻ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അതിനപ്പുറത്ത് ഒരു നിത്യത നിങ്ങൾക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമക്കളെ? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ അന്വേഷിക്കേണ്ടത് ദൈവത്തിന്റെ മുഖമാണ്, നമ്മൾ അന്വേഷിക്കേണ്ടത് ആ നിത്യതയാണ്, നമ്മൾ അന്വേഷിക്കേണ്ടത് ദൈവരാജ്യത്തിലെ അനുഭവമാണ്. അതിലേക്ക് നമ്മളെ തടയുന്ന ലൗകിക ചിന്തകളിൽ നിന്ന് ഇന്ന് പകൽക്കാലം മാറി നിൽക്കുവാൻ ആർക്ക് കഴിയുന്നു? അവർ യഥാർത്ഥ ശിഷ്യരായി എന്റെ കർത്താവിനെ പിന്തുടരുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേ, പ്രൈസ് ദി ലോർഡ്. ആമേ, ശാസ്ത്രി ആഗ്രഹിക്കുന്നത് അങ്ങാടിയിൽ വന്ദനമാണ്, ആമേ, മുഖ്യാസനമാണ്, സ്ഥാനമാനങ്ങളാണ്. എന്നാൽ കർത്താവ് പറയുന്ന ഒരു കാര്യം, ആമേ, പ്രൈസ് ദി ലോർഡ്, എനിക്ക് താമസിക്കാൻ ഒരു വീട്, കർത്താവിന് വീടില്ലേ? പ്രൈസ് ദി ലോർഡ്, ആമേ, സകലതും കർത്താവിന് വേണ്ടിയാ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അവൻ മുഖാന്തരം അവനായിക്കൊണ്ട് അവന് വേണ്ടി സകലത് സൃഷ്ടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറയുന്ന ഒരു കാര്യം, ഈ ലോകത്തിലെ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ കണ്ടിട്ടല്ല നമ്മൾ ദൈവത്തെ പിന്തുടരേണ്ടത്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ, ആമേ, പ്രൈസ് ദി ലോർഡ്. ഒരു മുഖ്യ കസേര നമുക്ക് ലഭിച്ചില്ലേലോ, മുഖ്യ സ്ഥാനം ലഭിച്ചില്ലേലോ, വന്ദനം ലഭിച്ചില്ലേലോ, എനിക്ക് പ്രത്യേകത, എനിക്ക് മുഖ്യമായിട്ടുള്ളത് എന്റെ ദൈവമാണ്. ഹല്ലേലൂയ. എന്റെ ദൈവസന്നിധി ലഭിക്കുന്ന സന്തോഷമാണ് എനിക്ക് പ്രത്യേകതയായിട്ടുള്ളത്, ആ നിത്യതയാണ്. ഹല്ലേലൂയ. അത് തിരിച്ചറിയുന്നവരോട്ട് ഞാൻ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി. വേറൊരുത്തനോട് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞാറേ അവൻ ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ വ്യക്തി സ്വയമായിട്ട് വന്ന് പറയുക, ഞാൻ പിന്തുടരാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ വിചാരിച്ചൊരു കാര്യം, ഞാൻ ശാസ്ത്രിയാണല്ലോ, ആമേ, ദൈവവചനങ്ങളൊക്കെ പകർത്തി എഴുതുന്ന വ്യക്തിയാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ യോഗ്യനാണ് എന്ന് ചിന്തിച്ച് യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ യേശു കർത്താവ് ആ യോഗ്യതകളെ ഒന്നുമല്ല നോക്കുന്നത്, മറിച്ച് യഥാർത്ഥത്തിൽ ഇവൻ്റെ മനസ്സിൻ്റെ ഹിതം, ഇഷ്ടം എന്താണ് എന്ന് കർത്താവ് മനസ്സിലാക്കി അവനോട് സംസാരിക്കുക. രണ്ടാമതായിട്ട് കർത്താവ്, ആമേൻ, ആ പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരാളെ വിളിക്കുക, എന്നെ പിന്തുടരാൻ പറയുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പോയി എൻ്റെ അപ്പനെ ഒന്ന് കുഴിച്ചിട്ടിട്ട് വരട്ടെ എന്ന് പറയുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇദ്ദേഹത്തിൻ്റെ അപ്പൻ മരിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. മരിച്ചെങ്കിൽ ഇദ്ദേഹം ഈ പുരുഷാരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കത്തില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചിന്ത എന്താണ്? അപ്പൻ മരിച്ചിട്ട്, ഹല്ലേലൂയ, മരിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? അവന് കിട്ടേണ്ട ഓഹരി കിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ഓഹരിയൊക്കെ എന്ത് ചെയ്യണം? മേടിച്ച് ഞാൻ സ്വയം ഒരു ധനികനായി തീരട്ടെ, എന്നിട്ട് കർത്താവിനെ പിന്തുടരാൻ. ഞാൻ പറയുന്നതിൻ്റെ ആത്മീയർത്ഥം ദൈവമക്കൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പൻ മരിച്ചിട്ടില്ല. അപ്പൻ മരിച്ചതെങ്കിൽ യഹൂദന്റെ നിയമപ്രകാരം അന്ന് തന്നെ അടക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്പൻ മരിച്ചിട്ടില്ല. ഹല്ലേലൂയ. അപ്പൻ മരിക്കാൻ കിടക്കുക. ഇനി 15 വർഷം കഴിഞ്ഞ് അപ്പൻ മരിച്ചതെങ്കിൽ 15 വർഷം കർത്താവിനോട് പറയുക, ആമേ, പ്രൈസ് ദി ലോർഡ്, കർത്താവെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇംഗ്ലീഷിൽ ആമേൻ എഴുതിയിരിക്കുന്ന വാക്കൊന്ന് ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലോർഡ് ലെറ്റ് മീ ഫസ്റ്റ് ഗോ. ലോർഡ് ലെറ്റ് മീ ഫസ്റ്റ് ഗോ. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറയുക, നീ എന്നെ പിന്തുടരാൻ പറയുമ്പോൾ കർത്താവിനോട് പറയുക, ലോർഡ് ലെറ്റ് മീ ഫസ്റ്റ്. ആമേൻ. ഞാൻ എൻ്റെ കാര്യം ഒന്ന് തീർത്തിട്ട് ആമേൻ നിന്നെ പിന്തുടരാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ എല്ലാ കാര്യം തീർത്തിട്ട്, നമ്മൾ ഈ ലോകത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാം നേടിയിട്ട് നമുക്ക് കർത്താവിനെ പിന്തുടരാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. യഥാർത്ഥ ശിഷ്യത്വം എന്ന് പറയുന്നത് ത്യജിക്കുക എന്നുള്ളതാണ്. എൻ്റെ കർത്താവിനെ പിന്തുടരുവാൻ തടസ്സമായത്, ആമേൻ, അത് മെറ്റീരിയൽ തിങ്സ് ആകട്ടെ, മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ആകട്ടെ, ആമേൻ, എൻ്റെ കർത്താവിനെ പിന്തുടരുവാൻ തടസ്സമായത് ലോകത്തിൽ സ്ഥാനമാനം എന്തു തന്നെ ആകട്ടെ, അതിനെ ത്യജിക്കാൻ കഴിയുന്നവർക്കാണ് യഥാർത്ഥ ശിഷ്യരായി തീരുവാൻ കഴിയുന്നതെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അപ്പൻ മരിച്ചിട്ട് സ്വത്തൊക്കെ കിട്ടിയിട്ട് ഞാനൊന്ന് സെക്യൂർ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം?
എൻ്റെ കർത്താവിനെ പിന്തുടരാം. പ്രൈസ് ദി ലോർഡ്. ഈ ജോലിയൊക്കെ ഒന്ന് തീരട്ടെ, ആമേൻ ഞാൻ ഒന്ന് റിട്ടയർ ആകട്ടെ, പെൻഷനൊക്കെ ഒന്ന് കിട്ടി ഞാൻ ഒന്ന് സെറ്റിലാകട്ടെ, സമാധാനത്തോടെ ഇരിക്കുമ്പോൾ ഞാൻ കർത്താവിനെ പിന്തുടരാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ല ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളെ വിളിക്കുന്നുവെങ്കിൽ ആ വിളിയാണ് എനിക്ക് പ്രയോറിറ്റി. ഹല്ലേലൂയ. ആ വിളിയാണ് എൻ്റെ മുമ്പിൽ ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതിനപ്പുറത്ത് മറ്റൊന്നും എൻ്റെ ജീവിതത്തിനകത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാ. എല്ലാം എനിക്കൊന്ന് തികഞ്ഞിട്ട്, ഹല്ലേലൂയ, എല്ലാം ഞാൻ നേടിയിട്ട്, എൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അങ്ങനെയല്ല കേട്ടോ ദൈവമക്കളെ. ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുക, എൻ്റെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക, എൻ്റെ കർത്താവിനെ ഇഷ്ടം ചെയ്യുക. എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ സമയം വേർതിരിക്കണമെങ്കിൽ എൻ്റെ 24 മണിക്കൂറിനകത്ത് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന സമയം ഞാൻ വേർതിരിക്കാൻ തയ്യാറാ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ പദവിയിൽ ഇരുന്ന് സംസാരിക്കണമെന്ന് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ ആ പദവി പോകുമെന്ന് ഭയപ്പെടാതെ ആ പദവിക്കകത്തിരുന്നു കൊണ്ട് എൻ്റെ കർത്താവിന് വേണ്ടി സംസാരിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ തയ്യാറാ. ഹല്ലേലൂയ. റീബാന ഹംദുന രഗദരഗ ജാരസിയാദന. ഒരു പക്ഷേ എൻ്റെ ചാർച്ചക്കാര് എന്നെ പുറത്താക്കിയെന്ന് വരാം, എൻ്റെ പള്ളി എന്നെ പുറത്താക്കിയെന്ന് വരാം. എന്നാൽ എൻ്റെ ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൽ ആമേ തുടരുവാൻ ആമേ തടസ്സമായി നിൽക്കുന്ന ഒരു പാരമ്പര്യം എനിക്ക് വേണ്ട. ഹല്ലേലൂയ. ആമേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിനകത്ത് ത്യജിക്കാനുള്ളതിന് ത്യജിക്കാൻ ഞാൻ സമർപ്പിക്കുമ്പോൾ ആമേ ദൈവപ്രസാദം എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയ നമ്മുടെ ജീവിതത്തിൽ എന്തായിരിക്കണം പ്രാധാന്യതയുള്ളത്? ഒന്നാമത്തെ ദൈവമായിരിക്കണം. ആ ദൈവം കഴിഞ്ഞിട്ടാ നമ്മുടെ കുടുംബം, ആ ദൈവം കഴിഞ്ഞിട്ടാ മക്കൾ, ആമേൻ, ആ ദൈവം കഴിഞ്ഞിട്ടാ ജോലി, ആ ദൈവം കഴിഞ്ഞിട്ടാ ബിസിനസ്. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ കുടുംബജീവിതം നരകമായിരിക്കും. പ്രൈസ്. ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ മക്കൾ നമുക്കൊരു തലവേദനയായിരിക്കും. പ്രൈസല്ലോ. ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ ഹല്ലേലൂയ ആമേൻ നമ്മുടെ ജോലി നമുക്കൊരു ബാധ്യതയായിരിക്കും. ഹല്ലേലൂയ. ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം. എന്നാൽ ദൈവം പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ അവിടെ സ്വർഗമാണെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? ദൈവം കുടുംബത്തിനകത്ത് സമാധാനം വേണോ? ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ മതി. മക്കൾ നേർവഴിക്ക് വരണോ? ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ മതി. ആമേ. ജോലി മേഖലകളിൽ അനുഗ്രഹം പ്രാപിക്കണമോ? ജോലിക്ക് മുകളിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. ഹല്ലേലൂയ. ആമേ. പ്രൈസ് ദി ലോർഡ്. ജോലി തന്ന് ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ആരോഗ്യത്തോടെ ജോലി ചെയ്യാൻ കഴിയുന്നത് ദൈവം സഹായിക്കുന്നത് കൊണ്ട്. ആ ദൈവത്തിന്റെ മുകളിലല്ല എൻ്റെ ജോലി, ആമേ. ദൈവത്തിന്റെ മുകളിലല്ല എൻ്റെ സമ്പത്ത്, ആമേ. ദൈവത്തിന്റെ മുകളിലല്ല എൻ്റെ വരുമാനം, ആമേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമാണ് എനിക്ക് വലിയവൻ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാക്കും? ആമേൻ. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. സ്തോത്രം. മറ്റൊരുത്തൻ കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കുക, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. ലെറ്റ് മീ ഗോ ഫസ്റ്റ് ടു സേ ഗുഡ് ബൈ ടു മൈ ഫാമിലി. പ്രൈസ് ദി ലോർഡ്. ആദ്യം എന്ത് ചെയ്യണം? ഞാനൊന്ന് പോയിട്ട് എൻ്റെ അപ്പനും അമ്മയോടും മക്കളോടും ഒക്കെ ഒന്ന് എന്ത് ചെയ്യട്ടെ? ഒരു ഗുഡ് ബൈ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത് തെറ്റാണോ? എത്ര നിമിഷം വേണം? ഒന്ന് പോയിട്ട് ഒന്ന് തിരിച്ചു വരാൻ ഇത്ര വലിയ സമയം വേണം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിൽ. ഈ കലപ്പ പിടിച്ച് ഉഴുതുമ്പോൾ പുറകോട്ട് നോക്കി ഉഴുതാൽ സംഭവിക്കുന്ന എന്താ? ആമേൻ. ഉഴുതേണ്ടത് ഉഴുതാൻ പറ്റുമോ? നേരെ പോവോ ഇത്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം അത് തന്നെയാണ് പറഞ്ഞത്. ആമേൻ. ദൈവവിളി കേട്ട ഒരു ദൈവ പൈതൽ, ഹല്ലേലൂയ, അവൻ ഒരിക്കലും പുറകോട്ട് നോക്കരുത്. ഹല്ലേലൂയ. അവൻ സ്ഥാനമാനത്തിന് വേണ്ടി നോക്കരുത്, അവൻ സമ്പത്തിന് വേണ്ടി നോക്കരുത്. ആമേൻ. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് ആമേൻ അവൻ്റെ ആമേൻ മാതാവാകട്ടെ, പിതാവാകട്ടെ, ഭാര്യയാകട്ടെ, മക്കളാകട്ടെ അവൻ ഉണ്ടാകരുത് എന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. നാളെ കുടുംബ
കുടുംബത്തെ ഡിവോഴ്സ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും ആരും ചിന്തിക്കരുത്. മക്കളെല്ലാം തല്ലി പുറത്താക്കിയിട്ട് ആമേ പ്രൈസലോ ഞാൻ ദൈവത്തെ പിൻപറ്റി ഇറങ്ങിയതാന്ന് പറയരുത്. പ്രൈസലോ നമുക്ക് കുടുംബത്തിനകത്ത് ഉത്തരവാദിത്വം എല്ലാം ശരിയാ, എന്നാൽ എൻ്റെ കുടുംബത്തിന്റെ മുകളിൽ ആ കുടുംബത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവ ശബ്ദമാണ്, ആ ദൈവമാണ് എൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും പ്രാധാന്യതയുള്ളത്. ആമേൻ എത്ര പേർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു? ഹല്ലേലൂയ. ആമേൻ നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ ലോകത്തിന് കൊടുത്ത സ്ഥാനം, സമ്പത്തിന് കൊടുത്ത സ്ഥാനം, നമ്മുടെ മക്കൾക്ക് കൊടുത്ത സ്ഥാനം ദൈവത്തിന് ഇന്ന് പകൽക്കാലം ആമേൻ അതിന്റെ മുകളിൽ കൊടുക്കുക എത്ര പേർക്ക് കഴിയുന്നു? ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് ദൈവത്തിന്റെ വചന ശക്തമായി ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുക. എല്ലാവരും അതരങ്ങൾ തുറന്ന് അല്പസമയം വചനത്തിന് മുമ്പാകെ ഒന്ന് സമർപ്പിച്ച് ആരാധിച്ചാട്ടെ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊരു ദൈവ ശബ്ദം കേട്ടതാ. നമ്മളെ വിളിച്ചത് ലോകത്തിൽ ഒരു മനുഷ്യനല്ല, ഒരു പ്രസ്ഥാനമല്ല, ആമേൻ പ്രൈസ്, ഏതെങ്കിലും ഒരു ഡിനോമിനേഷൻ അല്ല. നമ്മളെ വിളിച്ചത് കർത്താവ്. ഹല്ലേലൂയ. കർത്താവിന്റെ ശബ്ദം കേട്ടവരാണ് ഇതിന്റെ നടുവിൽ ഇരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാ. കർത്താവിന്റെ ശബ്ദം കേട്ടവര് കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ക്രിസ്തുവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം അവരുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. അവർക്ക് സ്വയം സമർപ്പിക്കുവാൻ കഴിയുന്നു, അവർക്ക് സ്വയം ത്യജിക്കുവാൻ കഴിയുന്നു, അവർക്ക് കഷ്ടത സഹിക്കുവാൻ കഴിയുന്നു, അവരെ തന്നെ യാഗമായി ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ അവർക്ക് കഴിയുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ലോകത്തെ സ്നേഹിക്കാതെ, ലോകത്തിലെ സ്ഥാനമാനങ്ങളെ സ്നേഹിക്കാതെ, ലോകത്തിലെ സമ്പത്തിനെ സ്നേഹിക്കാതെ, ആമേൻ ലോകത്ത് ആമേൻ ദൈവത്താൽ ലഭിച്ച ഒരു വസ്തു കാര്യങ്ങളെ സ്നേഹിക്കാതെ എൻ്റെ ദൈവത്തെ ഇന്ന് പകൽക്കാലം അധികമായി സ്നേഹിക്കുക, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് തീരുമാനമെടുക്കുന്നവർ അല്പസമയം അതരങ്ങൾ തുറന്ന് അന്യഭാഷകളിൽ കരങ്ങൾ അടിച്ച് ദൈവത്തിനൊരു ആരാധന, ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവിനെ ആരാധിക്കുക തടസ്സമായി എൻ്റെ ജീവിതത്തിനകത്ത് ഓരോ വസ്തുവകകളും നിൽക്കരുത്. എൻ്റെ കർത്താവിനെ ആരാധിക്കുക തടസ്സമായി എൻ്റെ കുടുംബം നിൽക്കരുത്, എൻ്റെ തലമുറ നിൽക്കരുത്, ആമേൻ എൻ്റെ സമ്പത്ത് നിൽക്കരുത്. എൻ്റെ കർത്താവാണ് എനിക്ക് വലിയവൻ. പ്രൈസ് ദി ലോർഡ്. റീബാന ഹൗഡ റിഗബലഗദലഗ ജീവഗ രഗത്യാര ശംദന ബൗഡബ ലഗദലഗ ജീവലബലബലബല ഉലഗബലഗദലഗ ജീവലബലബലബലബല. അധികാരമുള്ള യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ഒരു ആത്മബന്ധത്തിലേക്ക് ദൈവസഭയെ കൊണ്ടുവരുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. റിഖബലബലബലബ ശൗഡബലഗദലഗജാര. ഹല്ലേലൂയ. സ്തോത്രം. ധീരാധാര ഹൗഡ ധിഗബലഗദലഗ ജീവലബലബലബല അംതുന ബൗഡബലഗദലഗ ജീവലബലബലബലബല ഉലബലബലബലബ ശൗഡബലഗദലഗദലഗജാര ശ്രീയാദര ഭീമാ റബദലഗദലഗ ജീവല അദുല ധിഗദലഗജാര ശ്രീയാദര. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.